Good morning students, welcome to the new economic class. Today we discuss about the topic profit maximization under perfect competition. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ലാഭം പരമാവധിയാക്കുന്നത് എപ്പോഴാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ടു മാക്സിമൈസ് ദയർ പ്രോഫിറ്റ്. അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഏതൊരു ഫേമിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ്. ലാഭം പരമാവധിയാക്കുക എന്നുള്ളതാണ് ഏതൊരു ഉൽപ്പാദക യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രകാരം ഒരു ഫേം എപ്പോഴാണ് സന്തുലിതാവസ്ഥയിൽ എത്തുന്നത്, അതുവഴി എങ്ങനെയാണ് അവർക്ക് പരമാവധി ലാഭം നേടാൻ പറ്റുന്നത്? ഇക്വിലിബ്രിയം എന്നാൽ നമുക്കറിയാം എന്താണ്? ഇക്വിലിബ്രിയം ഈസ് എ പോയിന്റ് ദ ഫേം റീച്ചസ് ദ ഈക്വാലിറ്റി ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് റവന്യൂ. അവരുടെ വരവും ചിലവും തുല്യമാകുന്ന ആ ഒരു അവസ്ഥക്ക് പറയുന്ന പേരാണ് എന്ത്? ഇക്വിലിബ്രിയം പോയിന്റ്. Equilibrium is reached at the point of maximum profit. It is state in which the producer has no tendency to increase or decrease the quantity of output sold. നമുക്കറിയാം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിറ്റിട്ട് അതിൽ നിന്നും ഉൽപ്പാദകൻ്റെ ലാഭം പരമാവധിയാകുന്ന ആ ഒരു പോയിൻ്റാണ് എന്ത്? ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, ആ ഉൽപ്പാദകനെ ആ പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ അളവ് കൂട്ടുന്നതിനോ കുറക്കുന്നതിനോ അയാൾക്ക്, അല്ലെങ്കിൽ ആ ഉൽപ്പാദകനെ വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂട്ടുന്നതിനോ കുറക്കുന്നതിനോ അയാൾക്ക് എന്തുണ്ടാവില്ല, ഒരു താല്പര്യവും ഉണ്ടാവാത്ത അവസ്ഥക്കാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പോയിന്റ് നമുക്ക് 3 കണ്ടീഷനിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് എന്ത്? TR ഈസ് ഈക്വൽ ടു TC. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും, മൊത്തത്തിലുള്ള ചെലവും മൊത്തത്തിലുള്ള വരുമാനവും തുല്യമാകുന്ന ഒരു പോയിന്റ്. ഒരു സ്ഥാപനം അതല്ലെങ്കിൽ ഒരു ഫേം സന്തുലിതാവസ്ഥയിൽ എത്തുന്നത്. ദ ഫേം റീച്ചസ് ദ ഇക്വിലിബ്രിയം പോയിന്റ് വെൻ ദ TR ആൻഡ് TC ഈസ് ഈക്വൽ. ഒരു ഫേം സന്തുലിതാവസ്ഥയിൽ എത്തുമ്പോൾ അവിടുത്തെ TRഉം TCയും തുല്യമായിരിക്കും. ദെൻ ദി സെക്കൻഡ് പോയിന്റ് MC ആൻഡ് MR ഷുഡ് ബി ഈക്വൽ. രണ്ടാമത്തെ കണ്ടീഷനാണ് എന്ത്? മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ കർവും തുല്യമായിരിക്കും. ദെൻ ദ തേർഡ് പോയിന്റ് MC ഷുഡ് നോട്ട് ഡിക്രീസിങ്. MC ഒരിക്കലും കുറയാത്ത അവസ്ഥയിലും എന്തിനായിരിക്കും അവർക്ക് ലാഭം ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻ ദി ഷോർട്ട് റൺ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഷോർട്ട് റണ്ണിൽ ഹ്രസ്വ കാലയളവിൽ അവിടുത്തെ ആ ഫേമിൻ്റെ ആവറേജ് കോസ്റ്റ് കർവ് പ്രൈസിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ പ്രൈസിന് തുല്യമോ ആയിരിക്കണം. ലോങ് റൺ ആണെങ്കിലോ ഇൻ ദി ലോങ് റൺ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരു ഫേം എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതെന്നും അതുവഴി ആ ഒരു ഫേം എപ്പോഴാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റിൽ എത്തുന്നതെന്ന് നമുക്ക് ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ഇക്വിലിബ്രിയം പോയിന്റ് അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ് ഇവ എങ്ങനെയെല്ലാമാണ് ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ പ്രകാരം ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? TC ഈക്വൽ ടു TR. TC ഈക്വൽ ടു TR. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് തുല്യമാകുന്ന അവസ്ഥയാണ്
റവന്യൂ കർവ്. ഇതാണ് എന്ത് മാർജിനൽ കോസ്റ്റ് കർവ്, ഇത് ആവറേജ് കോസ്റ്റ് കർവ്. നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്തായിരുന്നു? മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂവിന്റെ കർവ് ഇതും മാർജിനൽ കോസ്റ്റ് കർവ് ഇതുമാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാകുന്ന പോയിന്റ് ആണ് എന്ത് ഈ പോയിന്റ്. ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രകാരം അവരുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഒരു പോയിന്റിൽ ഇവർക്ക് ലഭിക്കുന്നതാണ് എന്ത് നോർമൽ പ്രോഫിറ്റ്. മാർജിനൽ റവന്യൂ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് തുല്യമാകുന്ന ആ സമയത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടീഷൻ പ്രകാരമുള്ള മാർക്കറ്റിലെ ഫേമുകളെ ഇക്വിലിബ്രിയം പോയിന്റിലാവും. ആ സമയത്ത് അവർക്ക് ലഭ്യമാകുന്ന നോർമൽ പ്രോഫിറ്റ് സാധാരണ ലാഭം മാത്രമാകും അവർക്ക് ലഭ്യമാകുക. ഇൻ കേസ് ചില സമയത്ത് എങ്ങനെയാവും? മാർജിനൽ കോസ്റ്റ് കുറവും മാർജിനൽ റവന്യൂ കൂടുതലാവും. നമ്മൾക്ക് കിട്ടുന്ന വരുമാനം കൂടുതലും നമ്മുടെ ചെലവ് കുറവാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കൂടുതൽ പണം നമ്മുടെ കയ്യിൽ വന്നു ചേരും. അത് നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കി തരും. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗം, ഈ കാണുന്ന ഒരു ഭാഗം എന്താണ്? മാർജിനൽ കോസ്റ്റ് ഇത്രയും കുറവാണ്. ഇവിടെ മാർജിനൽ റവന്യൂ കർവ് ഇത്രയും ഭാഗമുണ്ട്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് കർവ് ഇത്രയും ഭാഗത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം എന്താണ്? ആ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ മാർജിനൽ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് കോൾഡ് പ്രോഫിറ്റ് ഓർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇൻ ദി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുന്ന ആ ഒരു കണ്ടീഷനിലാണ് എന്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ പ്രോഫിറ്റ്. ഇൻ കേസ് ചില സമയത്ത് എങ്ങനെ സംഭവിക്കാം? അവിടെ മാർജിനൽ കോസ്റ്റ് കൂടുതലും മാർജിനൽ റവന്യൂ കുറവുമായിട്ടുള്ള സാഹചര്യം അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും ഭാഗം മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ കുറവുമായ ആ ഒരു സാഹചര്യം അവിടെ എങ്ങനെയായിരിക്കും സംഭവിക്കുക? അവിടെ നമ്മുടെ ചെലവ് കൂടുതലും നമ്മുടെ വരുമാനം കുറവാണ്. ആ സമയത്ത് അവിടെ അവർക്ക് ലോസ് സംഭവിക്കും. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോസ് ആണ്. ഈ ഒരു സമയത്ത് അവർക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ സെയിൽസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിനെ ഷട്ട് ഡൗൺ പോയിന്റ് എന്നും പറയും. മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ റവന്യൂ കർവ്. മാർജിനൽ റവന്യൂ കുറവും മാർജിനൽ കോസ്റ്റ് കൂടുതലുള്ള ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റ് പോയിന്റ്സുകളാണ്. ഫസ്റ്റ് വൺ ഷട്ട് ഡൗൺ പോയിന്റ്, നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ. അതിൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ്? ഷട്ട് ഡൗൺ പോയിന്റ് ഒരു ഫേമിനെ സംബന്ധിച്ച്, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിൻ്റെ അടച്ചുപൂട്ടൽ അവസ്ഥ എപ്പോഴാണ്? The situation in which the firm stop the production and leave the market is called shutdown point. ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ ഉൽപാദനം നിർത്തി മാർക്കറ്റിൽ നിന്നും പോകുന്ന സാഹചര്യത്തെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് അഥവാ അടച്ചുപൂട്ടൽ അവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നോർമൽ പ്രോഫിറ്റ്. The minimum profit that the firm earn in order to say the industry is called normal profit. This is the minimum profit for a firm to continue production in the industry. ഒരു ഉൽപാദക യൂണിറ്റിന് ഉൽപാദനം തുടർന്നു കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭത്തെയാണ് എന്ത് പറയുക? നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാം. അതായത് ആ സ്ഥാപനത്തിന് ആ ഒരു പ്രൊഡക്ഷനിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭം, ആ ലാഭം അയാൾക്ക് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് കഴിയില്ല. ആ ഒരു സാഹചര്യത്തെയാണ് എന്ത് പറയുക? നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാം. എപ്പോഴും ലോങ് റൺ
പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ദീർഘകാലയളവിലുള്ള സ്ഥാപനങ്ങൾക്കും നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് ലഭിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഒരു ഉൽപാദന യൂണിറ്റിന് സാധാരണ ലാഭത്തേക്കാൾ കൂടുതലായി ലഭിക്കുന്ന ലാഭത്തെയാണ് എന്ത് പറയുക, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാം. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് is the profit that a firm earn over and above the normal profit is called supernormal profit. Next one, break even point. Break even point, the situation in which the total revenue of a firm equal to total cost is called break even point. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടരഹിത ബിന്ദു. ആ ഒരു പോയിന്റിൽ അയാൾക്ക് ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. വേണമെങ്കിൽ പ്രൊഡക്ഷൻ തുടരാം, അതല്ലെങ്കിൽ നിർത്തിവെക്കാം. ആ ഒരു സാഹചര്യത്തെയാണ് എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ്. ഒരു ഉൽപാദക യൂണിറ്റിൻ്റെ മൊത്തം വരുമാനവും മൊത്തം ചെലവും തുല്യമാകുന്ന ആ ഒരു പോയിന്റാണ് ഏത്, ബ്രേക്ക് ഈവൻ പോയിന്റ്. നെക്സ്റ്റ് വി ലേൺ അബൌട്ട് explicit cost and implicit cost. Explicit cost is the cost incurred by the producer for purchasing or hiring input. For example, wages, interest, rent, cost of raw material. Explicit cost എന്ന് പറഞ്ഞാൽ ഒരു ഉൽപാദകൻ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നും വാടകക്കോ അതല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളുടെ വിലയായിട്ടോ കൊടുക്കുന്ന ചെലവിനെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ അയാൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ നടത്തുന്ന സ്ഥാപനത്തിലെ ജോലിക്കാർക്കുള്ള വേജ് കൊടുത്തു. അതുപോലെ തന്നെ അയാൾ മെഷീനറീസ് വാടകയ്ക്ക് വാങ്ങിച്ചിരുന്നു, അതിൻ്റെ റെൻറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഇൻക്വേർഡ് ബൈ ദി പ്രൊഡ്യൂസർ ഫോർ പർച്ചേസിംഗ് ഓർ ഹയറിംഗ് ഇൻപുട്ട്. ദെൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് സെൽഫ് ഓൺ ആൻഡ് സെൽഫ് സപ്ലൈഡ് ഫാക്ടേഴ്സ് ഇൻ ദി ഓൺ ബിസിനസ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഉൽപാദന സംരംഭത്തിലേക്ക് ഉൽപാദകൻ ഉൽപാദന ഘടകങ്ങൾ വാങ്ങാൻ വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ ചിലവാകുന്ന പണമാണ് എന്ത്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്.